രാവിലെ തന്നെ എനിക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ്. അതിന് മുന്നേ പൊങ്കാലയ്ക്കുള്ള കുറച്ച് സംഭവങ്ങൾ ഐറ്റംസ് റെഡിയാക്കണ്ടായിരുന്നു. അപ്പോൾ ജീരകവും പഞ്ചസാരയും അതുപോലെ തന്നെ ഏലക്കായൊക്കെ ഇട്ട് പൊടിച്ച് സെറ്റാക്കി, പിന്നെ നമ്മുടെ തേങ്ങയൊക്കെ ചെറുകി, പിന്നെ ഇതാകുമ്പോൾ പോകുമ്പോഴേക്കും ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ ഞാൻ എനിക്ക് കൊളാബ് കിട്ടിയൊരു ഡ്രസ്സാണ് ഇട്ടുണ്ടായിരുന്നു. ആദർശമായിട്ട് അച്ഛനെ ഇറക്കി വരുമ്പോഴേക്കും മുല്ലപ്പൂക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മുല്ലപ്പൂക്കെ വെച്ച് അണിഞ്ഞൊരുങ്ങിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ കലം കരിക്കാനുള്ള പട്ട മറ്റു കത്തിക്കേണ്ട സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇതേ കാർ എടുത്തിട്ടായിട്ട് പോയി. അപ്പോൾ വരുമ്പോഴും നമുക്ക് സംഭവങ്ങളൊക്കെ ഇറക്കി വെക്കാമല്ലോ. അങ്ങനെ നമ്മൾ തൊഴുതു. പിന്നെ ഇതാ കലം കരിക്കാൻ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. അവിടെ എല്ലാവരും ഞാനാണ് കരിക്കണേന്ന് പറയുമ്പോൾ നീയോ അങ്ങനെ ഒരു ഇതാണ്. കൂടുതലും നല്ല ഏജുള്ള ആൾക്കാരാണ് കലം കരിക്കണേ. അപ്പോൾ കലം കരിക്കണേൽ ഏറ്റവും ചെറുതും ഞാനായിരുന്നു കേട്ടോ. പിന്നെ ആദർശേണ്ണ ഇത് ഓരോ പണികളായിട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൽ വന്ന ഇത് വഴിക്ക് പണി ഇങ്ങനെ പാപ്പന്മാരും എല്ലാവരും ഓരോന്നിങ്ങനെ പറയും. പിന്നെ ഇതാ കട്ടയൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഇത് എനിക്ക് കുറച്ച് പേടിയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുണ്ടായി നമ്മുടെ കലം കരിച്ച പൊങ്കാല കണ്ടിട്ട് അവർ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയും, കൽപ്പന പറയും, ഇതിലെന്തെങ്കിലും അടിയിൽ പിടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കൂടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോ ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയും. അപ്പോൾ അതൊക്കെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. ആദർശനായിരുന്നു എനിക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ശ്രീതി വെച്ചിട്ട് ചെറുത്. പിന്നെ ഞാൻ അച്ഛൻ കൂടുതൽ പട്ടയാണ് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കത്തി പിടിക്കാൻ കുറച്ച് ഇതായി. പിന്നെ വിറകൊക്കെ വെച്ചപ്പോൾ അങ്ങനെ സെറ്റായി. പിന്നെ എല്ലാ ഹെൽപ്പിനും നമ്മുടെ അച്ഛമ്മമാരുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഒരു ശാരദ അച്ഛമ്മ, പിന്നെ തൊട്ടപ്പുറത്തിന് ഒരു റെഡ് ബ്ലൗസ് ഇട്ടൊരു അച്ഛമ്മ ഉണ്ടാവും. ആ അച്ഛമ്മയും എനിക്ക് എല്ലാത്തിനും നല്ല ഹെൽപ്പിന് വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അപ്പോൾ കച്ചിലെടുത്തിട്ട് കണ്ണെന്നൊക്കെ വെള്ളം വന്നു. ലാസ്റ്റ് എൻ്റെ മാത്രം തിളക്കണില്ല ഗൈസ്, എല്ലാവരും തിളച്ച് പൊന്തി. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ എല്ലാവരും കൂടിയിട്ട് അച്ഛമ്മമാരൊക്കെ വന്ന് സഹായിച്ചിട്ട് എൻ്റെയും പൊങ്കാല അങ്ങനെ സെറ്റായിട്ടോ. പിന്നെ ഇത് നമ്മൾ ദേവിക്ക് വളയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടോ വരിക്ക് നിൽക്കണതൊക്കെ ദേവിക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇവരിങ്ങനെ ആദ്യം പൂജ ചെയ്തിട്ട് നമ്മുടെ കലം കരിച്ചതിന് അവരിങ്ങനെ കൽപ്പന പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ അതിന് കുറച്ചൊക്കെ എന്തൊക്കെയോ ഒരു വെള്ളം കൂടെ എന്തൊക്കെ ദോഷം പറഞ്ഞു. അപ്പോഴേക്ക് ഇത് തുമ്പമ്മയും ദൃശ്യേച്ചൊക്കെ വന്നു. പിന്നെ നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. രാവിലേക്ക് അങ്ങനെ നല്ല രീതിക്ക് ചായ കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തലേ ദിവസം ഞാൻ ഫുഡ് കഴിക്കുകയും ചെയ്തില്ല. കാരണം പിറ്റേ ദിവസത്തേക്ക് ഇനി തടി വെക്കും. ഞാൻ അങ്ങനെ വല്ല ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തലേ ദിവസം ഞാൻ ഫുഡ് അടിക്കില്ല, കാരണം വയറൊക്കെ നൊട്ടാൻ വേണ്ടിയിട്ടോ. പിന്നെ ഇതാ ഫുഡൊക്കെ നന്നായി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അറിയണമ്മയ്ക്ക് പായസമൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ പായസം കുറച്ച് കൊണ്ടുകൊടുത്ത് വലിച്ചിൻ്റെ അവിടേക്കൊക്കെ. പിന്നെ ഞങ്ങളിതാ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങളെപ്പോഴും ജ്യൂസ് കുടിക്കാൻ വേണ്ടി വരുന്ന ഒരു ഷോപ്പാണ് പൂവാട്ടുറമ്പുള്ളത് ഈ ഒരു ഷോപ്പ്. പിന്നെ പെരുവയിലുള്ളത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ തുമ്പുമ്പോൾ നല്ല ഉറക്കമായിരുന്നു, ഇരുന്നിട്ടും നിന്നിട്ടൊക്കെ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കുവാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദൃശ്യേച്ചി പപ്പായ ആയിരുന്നു. അങ്ങനെ ഇതാ നന്നായി ജ്യൂസൊക്കെ കുടിച്ചു. അല്ലൂട്ടിന് ഓറഞ്ച് ജ്യൂസൊക്കെ കുടിച്ചു. അവൻ പക്ഷെ ഒന്നും കൂടി കഴിക്കൊന്നും ചെയ്തില്ല കേട്ടോ. അങ്ങനെ വൈകിട്ട് നമ്മൾ വീണ്ടും സർപ്പബലിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ലാസ്റ്റ് ആദർശമായിട്ട് ഉന്തി തള്ളിയിട്ടാണ് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇതാ പൂജയൊക്കെ നല്ല ഭംഗിയിൽ തന്നെ നടന്നു. ഞാനും ദൃശ്യേച്ചിയും ഡാവണിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഡാവണിയല്ല ധാവണിന്ന് എപ്പോഴും ദൃശ്യേച്ചിക്ക് തിരുത്താറുള്ള സംഭവമാണ്. പക്ഷെ എൻ്റെ വായിൽ ഡാവണിന്ന് വരുള്ളൂ. പിന്നെ ഇതാ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും വീട്ടിൽ പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ. ബൈ.